ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വീഡിയോ. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ 2 ദിവസത്തെ ഉത്സവ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊന്ന് ഞങ്ങളുടെ വെടിവെച്ചാൻ കോവിൽ ഭൂതമൻ കോവിലിലെ ഉത്സവത്തിന് കിട്ടിയ പ്രസാദമാണ്. ഉണ്ണിയപ്പം, അരവണ പായസം, പിന്നെ പഴം, ഓറഞ്ച്, അങ്ങനെ. ഇതൊന്നും നമുക്ക് ശബരിമലയിൽ കിട്ടത്തില്ലേ, അതുപോലെയുള്ള ഉണ്ണിയപ്പമാണ്. അതേ ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. ഇത് വന്ന് കേരളേശ്വരം ശിവക്ഷേത്രമല്ലേ, ഞാൻ ഇടയ്ക്ക് ചില വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന ആനപ്പുറത്ത് എഴുന്നള്ളിപ്പാണ്. ഈ കാണുന്നത് തന്നെ ഇവിടുത്തെ മുത്താരമ്മൻ ക്ഷേത്രത്തിലെ മഞ്ഞൾ നീരാട്ടാണ്. ഇപ്പോൾ ഉത്സവ സമയമല്ല, അപ്പോൾ എഴുന്നള്ളത്തെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കിഷ്ടം പോലെ പഴങ്ങൾ, ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെക്കുമല്ലോ, തട്ടത്തിൽ നേദിക്കാൻ വെക്കുമല്ലോ. ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയതാണ്. ഉച്ചത്തേക്ക് ഉള്ളിത്തീയലും തക്കാളി വെളുത്തുള്ളിയൊക്കെ ഇട്ട തീയലും ഉള്ളിത്തണ്ട് തോരനാണ് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം കുംഭെഴുന്നള്ളിപ്പ്, ഇവിടുത്തെ വെടിവെച്ചാങ്കോൽ ഭൂതമൻ കോവിലിൽ നിന്ന് കുംഭെഴുന്നള്ളിപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുടം കഴുകുകയാണ്. കുടം മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മുകളിലത്തെ ഷെൽഫിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അതിൽ വേപ്പില വയ്ക്കും, മഞ്ഞൾപ്പൊടിയിൽ അത് കുഴച്ച് വയ്ക്കും. അപ്പോൾ അത് മാടൻ തുള്ളി വരുന്നു നമ്മൾ പറയും, പല സ്ഥലത്തുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. മാടൻ തുള്ളി വരുമ്പോഴത്തേക്കും ഒഴിക്കാനാണ് മഞ്ഞൾ കലക്കിയ വെള്ളം. മഞ്ഞൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നതിൽ ഇത് വെള്ളത്തിൽ കലക്കും. എന്നിട്ട് ആ വേപ്പിലയെല്ലാം കൂടെ ചേർത്തിട്ട് തുള്ളി വരുന്ന ആ മാടൻ്റെ ദേഹത്ത് പുറത്തൂടെ ഒഴിക്കും. അപ്പോൾ റെഡിയാക്കി വയ്ക്കുകയാണ്. കുംഭ എഴുന്നള്ളിപ്പെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഊണ് കഴിക്കായിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബാക്കി വന്ന പഴം കുറച്ചുണ്ടായിരുന്നു. എഴുന്നള്ളിപ്പെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് പഴം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ഒരു ഹൽവ ഉണ്ടാക്കിയതാണ്. പഴം കൊണ്ടുണ്ടാക്കുന്ന ഹൽവ ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ അത് അന്നത്തെ ദിവസം തന്നെ അത് കാലിയാവുകയും ചെയ്തു. മോൻ രാത്രി
ഗാനമേള കാണാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. രാത്രി ഞങ്ങൾ കഴിച്ചത് വന്ന് ഞാൻ പകൽ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഞങ്ങളെല്ലാവരും എടുത്തത്. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നതെല്ലാമേ കഴിഞ്ഞു. ഓറഞ്ചും ആപ്പിളും ഗ്രേപ്സ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊരു ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും അതാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം വെളുപ്പിന് 3 മണിക്ക് നമ്മുടെ ഇവിടുത്തെ ഭൂതമൻകോൽ, അതായത് വെടിവെച്ചൻകോലിൽ നിന്ന് അഗ്നിവിളയാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് കൂടെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളക്കൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ അഗ്നിവിളയാട്ടം വരുന്ന സമയത്ത് നമ്മൾ ഈ പഴങ്ങളൊന്നല്ല വെക്കുന്നത്. ആ കാണുന്ന ഹാരവും ഒരു കുപ്പി എണ്ണയാണ് വെച്ചിരിക്കുന്നത്. മോഡലായിട്ട് തുള്ളി വരുന്നില്ല, ഹാരം ഇട്ട് കൊടുക്കും, പിന്നെ എണ്ണ അവരെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത ദിവസം പൊങ്കാലയായിരുന്നു. പൊങ്കാല ഞാൻ ഇടാൻ പോയില്ല. ഇത് മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പൊങ്കാല ഇട്ടിട്ട് അത് കൊടുത്തയച്ചതാണ്. ഇത് വന്ന് രാവിലെ 8 മണിക്കാണ് പൊങ്കാല. 9:30 ആകുമ്പോഴത്തേക്ക് നിവേദ്യം കഴിയും. അപ്പോൾ ആറ്റൂർ പൊങ്കാല പോലെയല്ല, ലീവൊന്നുമില്ലല്ലോ. മറ്റേതെന്ന് വെച്ചാൽ മക്കൾക്കും ചേട്ടനൊക്കെ ലീവായിരിക്കും. അപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണും. ഇതാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഓഫീസും ഉണ്ട്, വീട്ടിലാരും കാണത്തില്ല, അമ്മയ്ക്ക് കൂട്ടിനാരും കാണത്തില്ല. അങ്ങനെ ഉത്സവങ്ങളൊക്കെ തീർന്നു. ഇനി അടുത്തത് പാൽക്കുളങ്ങരയിലുള്ള ഉത്സവം കൂടെ ഉണ്ട്. അത് ഏപ്രിൽ മാസത്തിലാണ്. അവിടെ ഞാൻ പോകുമ്പോഴത്തേക്കും വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ.